ജാതിമത വേർതിരിവില്ലാതെ ഉറുദു ഭാഷയെ സ്നേഹിക്കണമെന്ന് സാഹിത്യകാരി കെ.പി. സുധീര. കേരള ഉറുദു യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയോദ്ഗ്രഥനവും മതസൗഹാർദ്ദവും ഉറുദുവിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറുദു ഭാഷാ സ്നേഹികൾ ഏപ്രിൽ 2-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച കേരള ഉറുദു യാത്ര കോഴിക്കോട്ടെത്തി. തഹ്രീകെ ഉറുദു കേരള എന്ന കൂട്ടായ്മ നടത്തുന്ന ഈ പര്യടനം ഏപ്രിൽ 7-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംഗീതത്തിന്റെയും ഭാഷയായ ഉറുദുവിന്റെ പ്രചാരണവും വ്യാപനവും ഉദ്ദേശിക്കുന്നതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും വിവിധ ഏജൻസികളിൽ നിന്നും ഭാഷയുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതും ഈ യാത്രയുടെ ലക്ഷ്യങ്ങളാണ്. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി പി.ടി. റഹീം എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി കെ.പി. സുധീര മുഖ്യപ്രഭാഷണം നടത്തി. ജാതിമത വേർതിരിവില്ലാതെ ഉറുദു എന്ന ഭാഷയെ സ്നേഹിക്കണമെന്ന് കെ.പി. സുധീര പറഞ്ഞു. കേരള ഉറുദു യാത്ര സംസ്കാരത്തിലേക്കുള്ള പര്യടനമായി കാണുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഉറുദു എത്രത്തോളം മധുരിക്കുന്ന ഭാഷയാണോ അത്രത്തോളം അത് മഹത്തരമായ ഒരു ഭാഷയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാടാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ എല്ലാ മലയാളിയും എല്ലാ ഇന്ത്യക്കാരനും ഈ ഭാഷയെ സ്നേഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വേർതിരിവുകൾക്കും മീതെ നമുക്ക് സുഹൃതം കണ്ടെത്താനാവുള്ളൂ. അപ്പോൾ മാത്രമേ എല്ലാ ഭാരങ്ങളിൽ നിന്ന് മുക്തമായ ജീവന്റെ ശ്വാസവും കാൽവെപ്പും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അസീം മുഹമ്മദ് ഷെയ്ഖാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉറുദു യാത്രാ ഡയറക്ടർ പി.കെ.സി. മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ. അബ്ദുൽ ഗഫൂർ പ്രമേയ പ്രഭാഷണം നടത്തി. എസ്.എൻ. ജബ്ബാർ, എൻ.കെ. അബ്ദുൽ ഹക്കീം, ഇ.കെ. ഇക്ബാൽ ഷെരീഫ്, സലാം മലയമ്മ, ഹാഷിം ഹുസൈൻ, ഹസ്മത്തുല്ല ഖാൻ, സി.എം. ലത്തീഫ്, സി.എ. ബിജു, ഫൈസൽ ഇളയടത്ത്, പി. ഷംസുദ്ദീൻ, ജലീൽ തച്ചമ്പൊയിൽ, എം.ഐ. ഷബീർ തുടങ്ങിയവരും സംബന്ധിച്ചു.